അടിമാലി ടൗണിലെ ഓടകൾ ശുചിയാക്കുന്നതിന്റെ ഭാഗമായി നീക്കം ചെയ്ത സ്ലാബുകൾ പുനഃസ്ഥാപിക്കുന്നതിലെ അപാകത അപകടക്കണിയാകുന്നു. കഴിഞ്ഞ ദിവസം നടപ്പാതയിൽ അലക്ഷ്യമായിട്ടിരിക്കുന്ന സ്ലാബിൽ തട്ടിവീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. കല്ലാർകുട്ടി റോഡിൽ ലൈബ്രറി റോഡിന് സമീപമാണ് സ്ലാബിൽ തട്ടി യാത്രക്കാരി വീണത്. പഞ്ചായത്ത് അധികൃതർ സ്ലാബുകൾ ശരിയായ രീതിയിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗണിന് സമീപമുള്ള ഓടകളെല്ലാം ശുചിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ലാബുകൾ ഇളക്കി മാറ്റിയത്. എന്നാൽ നീക്കം ചെയ്ത സ്ലാബുകൾ പുനഃസ്ഥാപിക്കുന്നതിലെ അപാകത അപകടക്കണിയാകുന്നു. നടപ്പാതയിൽ അലക്ഷ്യമായിട്ടിരിക്കുന്ന സ്ലാബിൽ തട്ടിവീണ് കഴിഞ്ഞ ദിവസം കാൽനട യാത്രക്കാരിക്ക് പരിക്കേറ്റിരുന്നു. കല്ലാർകുട്ടി റോഡിൽ ലൈബ്രറി റോഡിന് സമീപമാണ് സ്ലാബിൽ കാൽ തട്ടി യാത്രക്കാരി വീണത്. എത്രയും വേഗം അപകടാവസ്ഥയിലായിരിക്കുന്ന സ്ലാബുകൾ ശരിയായ രീതിയിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. പഞ്ചായത്ത് റോഡ് ക്ലീൻ ചെയ്തത് സാധാരണമാണ്. പക്ഷേ ഇത് പിടിച്ചിട്ടപ്പോൾ ഡിസോർഡറായിട്ട് കിടക്കുന്നതുകൊണ്ട് പല യാത്രക്കാരും തട്ടി വീഴുന്നു. കുട്ടികൾ, പ്രായമായവർ. ഇന്നലെ ഒരു സ്ത്രീ തട്ടി വീണിട്ട് അതിനെ രണ്ടുപേരും കൂടി ഞങ്ങൾ പിടിച്ചെടുത്തേപ്പിച്ച് അതിന് പ്രായം മേടിച്ചെടുത്ത് അതിൻ്റെ മുട്ടി പൊട്ടി അതാ വീടെടുത്ത് തന്നെ കിടന്നു. കുറേ നേരം പിടിച്ചപ്പിനാവുന്ന എഴുന്നേറ്റ് നിന്ന് വേർത്ത് പിടിച്ച് അവിടെ സ്റ്റെപ്പോട്ട് കൊണ്ടുപോയിരിക്കും പ്രായം മേടിച്ചു. ഇത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഡിസോർഡറായി കിടക്കുന്നത് ഒന്ന് ഓർഡറാക്കി വിടുവാൻ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ പെടണമെന്ന്. കഴിഞ്ഞ ദിവസം നട്ട് വീണിട്ട് വണ്ടിയുടെ അടിയിലേക്ക് പോയി. നിർത്തി വിട്ടിരുന്ന വണ്ടിയുടെ അടിയിൽ നിന്നാണ് അവരെ പൊട്ടിയത്. അതൊരു നിത്യസംഭവമാവുകയാണ്. കൊച്ചുകുട്ടികൾക്കിത് ഈ വിടവ് കാരണം അതിൻ്റെ കാലൊക്കെ അതിൻ്റെ ഇടയിൽ പോകാൻ സാധ്യതയുണ്ട്. വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം പഞ്ചായത്ത് ഇടപെട്ട് ഇത് ഓർഡറാക്കി വിടണമെന്ന് താല്പര്യം. നടപ്പാതയായി ഉപയോഗിച്ചു വന്നിരുന്ന സ്ലാബുകളാണ് 2 ആഴ്ച മുമ്പ് ഓട വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയത്. ഇളക്കി മാറ്റിയപ്പോൾ ഒടിഞ്ഞതും തകർന്നതുമായ സ്ലാബുകൾ വീണ്ടും ഓടയ്ക്ക് മുകളിൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവ ഉറപ്പിക്കാത്തതും അപകടങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. താലൂക്ക് ആശുപത്രി പരിസരം, മാതാ ജംഗ്ഷൻ, മുസ്ലിം പള്ളിയുടെ മുൻവശം, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ സഫേർ ഹോട്ടൽ വരെയുള്ള സ്ഥലങ്ങളിലെ സ്ലാബുകളാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ദിവസേന നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന നടപ്പാതയിലെ സ്ലാബുകൾ കൃത്യമായി പുനഃസ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.